ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്ന ടോപ്പിക്ക് ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് ഡയറ്റിൽ കൂടുതൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ് വളരെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ടും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് മിക്ക ആളുകളും തന്നെ പറയുന്നുണ്ട്. എന്നാൽ എന്ത് ഭക്ഷണമാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്? ഇതിനെക്കുറിച്ച് ആർക്കും തന്നെ ഒരു ക്ലാരിറ്റി ഇല്ല. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് എന്തെല്ലാം ഭക്ഷണമാണ് ഡയറ്റിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്? ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കുന്നത്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഡിന്നർ ആയിട്ടും ന്യൂട്രീഷൻ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ലഞ്ച് ടൈമിൽ മാത്രമാണ് നമ്മൾ നോർമൽ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്. ലഞ്ച് ടൈമിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് ലോസിനെ ഫാസ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് ലഞ്ചിൽ നമുക്ക് എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചിട്ടാണ് ഇനി പറയുന്നത്. വളരെ കോമൺ ആയിട്ടും കംഫർട്ടബിൾ ആയിട്ടും നമുക്ക് ലഭിക്കുന്ന ഒരു 10 ഐറ്റമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എന്തെല്ലാമാണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇതിൽ എത്ര ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, എത്രമാത്രം കാലറി അടങ്ങിയിട്ടുണ്ട്, ഇതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ 1 by 1 ആയിട്ട് പറയുന്നത്. നമ്പർ 1, എഗ്ഗ്. ഒരു മീഡിയം സൈസ് എഗ്ഗിൽ ഏകദേശം 6 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ 72 കാലറിയും അടങ്ങിയിട്ടുണ്ട്. നമ്പർ 2, 120 ഗ്രാം ചിക്കൻ ബ്രസ്റ്റിൽ ഏകദേശം 37 ഗ്രാം പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ 198 കാലറിയും ലഭിക്കുന്നു. നമ്പർ 3, ആൽമണ്ട്സ്. 20-24 ആൽമണ്ട്സ് എടുക്കുമ്പോൾ ഏകദേശം 6 ഗ്രാം പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 164 കാലറിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്പർ 4, പീനട്ട്സ് ആൻഡ് പംകിൻ സീഡ്. ഒരു മീഡിയം ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 6-7 ഗ്രാം പ്രോട്ടീൻ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 144-170 കാലറിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നട്ട്സ് പോലുള്ള ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ബോയിൽ ചെയ്ത് യൂസ് ചെയ്യുക. ബോയിൽ ചെയ്ത് യൂസ് ചെയ്താൽ മാത്രമാണ് കൃത്യമായിട്ടുള്ള പ്രോട്ടീനും കൃത്യമായിട്ടുള്ള കാലറിയും ലഭിക്കത്തുള്ളൂ. ഫ്രൈ ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കാലറി വാല്യൂ കൂടുതലാണ്, അതുപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റ് കുറയുകയും ചെയ്യുന്നു. നമ്പർ 5, ഓട്സ്. ഒരു മീഡിയം കപ്പ് ഓട്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 11 ഗ്രാം പ്രോട്ടീൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 306 കാലറിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്പർ 6, മിൽക്ക്. ഒരു ഗ്ലാസ് മിൽക്കിൽ ഏകദേശം 6-5 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 125 കാലറിയും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്പർ 7, ഫിഷ്. 100 ഗ്രാം ഫിഷിൽ ഏകദേശം 30 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 152 കാലറിയും ലഭിക്കുന്നു. ഫിഷ് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് മസാല ഇട്ടോ അതല്ലെങ്കിൽ ഒരുപാട് ഓയിലിട്ടോ ഫ്രൈ ചെയ്തെടുത്താലോ ഈ പറയുന്ന ഗുണങ്ങളൊന്നും തന്നെ ലഭിക്കത്തില്ല. നമ്പർ 8, സോയാബീൻ. 200 ഗ്രാം സോയാബീനിൽ ഏകദേശം 37 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 355 കാലറിയും ലഭിക്കുന്നതാണ്. നമ്പർ 9, പയറുവർഗ്ഗങ്ങൾ. ഒരു മീഡിയം ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 24 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 120 മുതൽ 150 ഗ്രാം കാലറി വരെ ലഭിക്കുന്നതാണ്. നമ്പർ 10, പനീർ. 100 ഗ്രാം പനീറിൽ ഏകദേശം 18 ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 325 കാലറി ലഭിക്കുന്നതാണ്. ഈ പറഞ്ഞ ഐറ്റംസ് എല്ലാം തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ്. ഇത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. എല്ലാ ഐറ്റംസും ഒരു ദിവസം തന്നെ യൂസ് ചെയ്യാതിരിക്കുക. അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കിയിട്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ദിവസങ്ങളിൽ ഡിഫറൻ്റ് ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തി യൂസ് ചെയ്യുക. വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്ത് ചോറ് ചപ്പാത്തി എന്ന കൺസെപ്റ്റിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഓരോ ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ടും കൂടുതൽ റിസൾട്ട് ലഭിക്കുന്നതാണ്. ഏതെല്ലാം ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതെല്ലാം സമയത്താണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ച് ഒരു ക്ലാരിറ്റി ലഭിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് ഇതുപോലെ ഡിഫറെന്റ് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി ഷഫിൾ ചെയ്ത് ഡയറ്റ് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഫാസ്റ്റ് ആയിട്ട് മോർ റിസൾട്ട് ലഭിക്കുന്നതാണ്. എല്ലാ ഭക്ഷണ പദാർത്ഥവും ഒരുമിച്ച് വാരി വലിച്ച് കഴിക്കാതെ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കി കൃത്യമായിട്ട് ഡെയിലി ബേസിൽ യൂസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നമുക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് വെയിറ്റ് ലോസ് സമയത്ത് ഒരേ ഡയറ്റ് മാത്രം പിന്തുടരാതിരിക്കുക. എപ്പോഴും ഷഫിൾ ചെയ്ത് ഡയറ്റുകൾ ഫോളോ അപ്പ് ചെയ്യുക. കൃത്യമായിട്ട് കോച്ചിനോട് ചോദിച്ച് പേഴ്സണലൈസ് ചെയ്തിട്ട് ഡയറ്റുകൾ ഫോളോ അപ്പ് ചെയ്യുക. ഹെർബാലൈഫുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് ഫോളോ അപ്പുമായി ബന്ധപ്പെട്ടോ ഹെർബാലൈഫ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട സംശയം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായും നമുക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്തൊരു വീഡിയോ നമുക്ക് കൂടുതൽ കാണാം. എല്ലാവരും ഹാപ്പിയായി ഹെൽത്തിയായി മുന്നോട്ട് ട്രാവൽ ചെയ്യുക. താങ്ക് യു.